വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന കിടിലം വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ എലവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാരാബോളിക് കേർവ് ഷേപ്പിലാണ് വീടിൻ്റെ എലവേഷൻ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുകയാണ്. പില്ലറുകളെല്ലാം നൽകിയിരിക്കുന്നത് ഐബീമിലാണ്. അടുത്ത് പോയിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് കാണാം. ആ വീടിൻ്റെ ടോപ്പ് ലെവലിൽ കാണുന്ന സെയിം ഫിനിഷ് തന്നെ നമുക്ക് കോമ്പൗണ്ട് വാളിലും കോമ്പൗണ്ട് ഗേറ്റിലും കാണാൻ സാധിക്കും. ശരിക്കും നല്ലൊരു ഇറക്കത്തിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ആ ഒരു ഇറക്കവുമായിട്ട് റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പുകൾ കയറിയിട്ട് നമുക്ക് വീടിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. മെഹക് വില്ല എന്നാണ് വീടിന് പേര് വെച്ചിരിക്കുന്നത്. നമുക്ക് നേരെ ലാൻഡ്സ്കേപ്പിലേക്ക് കയറാം. നല്ല ഹൈറ്റിലാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളൊരു 2 നില വീട് ഒരു 20-22 ഫീറ്റിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അല്പം ഹൈറ്റിലൊരു 30 ഫീറ്റിലൊക്കെയാണ് ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവിടെ ഒരു സൺറൂഫ് പോലെ ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ആർക്കിടെക്ചറൽ സൂപ്പർവിഷൻ ആവശ്യമുള്ളൊരു വർക്കാണിത്. വാള് മുഴുവൻ ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് വാളും ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് വരുന്നത്. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു വീടാണ്. ടോട്ടൽ ഒരു 5000 സ്ക്വയർ ഫീറ്റിനടുത്ത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആഡ് ചെയ്താൽ ലഭിക്കും. 19 സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. നല്ല ഒരുപാട് ആശയങ്ങൾ വീട് വെക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്കിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. കാലിക്കറ്റുള്ള വൺ ഓഫ് ദ പ്രോമിനൻ്റ് ആർക്കിടെക്ട്സ് ആയിട്ടുള്ള പ്രകൃതി ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ സർവീസുകൾ നൽകിയിട്ടുള്ളത്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ്. നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ വരുന്ന ഒരു വർക്ക് കൂടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നൽകുന്ന പില്ലറുകളെല്ലാം ഇതേപോലെ ഐബീമിലാണ് ചെയ്തിരിക്കുന്നത്. അതിലിതേപോലെ വുഡൻ കവറിങ്സ് നൽകിയിരിക്കുന്നു. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെയാണ് കാർ പോർച്ച് ഏരിയ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് വുഡൻ ചെയേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു സെൻറ്റർ ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു കോർട്ട്യാർഡ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്താണ് ഫ്രണ്ട് ഡോർ വരുന്നത്. നല്ല വീതിയുള്ള ഫ്രണ്ട് ഡോർ ആണ് നൽകിയിരിക്കുന്നത്. 1.5 മീറ്റർ ആണ് ഫ്രണ്ട് ഡോറിൻ്റെ ടോട്ടൽ വീതി വരുന്നത്. 2.4 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. അതായത് 8 അടിയാണ് ലിൻഡൽ ഹൈറ്റ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കാലിഗ്രഫി മോഡലൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനിൽ നിന്ന് നന്നായിട്ട് ആ ഒരു കാലിഗ്രഫി ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള കോമൺ സ്പേസിലേക്കാണ്. ഇവിടെ ലിവിങ്ങും ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും എല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഓപ്പൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ഒരു വിസ്മയം തന്നെ നമുക്ക് ഇൻറ്റീരിയർ സ്പേസിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ ഗ്ലാസ് റൂഫ് നൽകി നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. വലതു ഭാഗത്ത് സ്റ്റെയർകേസ് ഏരിയ നൽകിയിട്ടുണ്ട്. ആ ഭാഗത്തൂടെയും നല്ല രീതിയിലുള്ള വെളിച്ചം വരും. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്നു. ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ 1 by 1 നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസ് ആണ്. ഈ ഭിത്തി നിറയെ വലിയൊരു ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. അലുമിനിയം സിസ്റ്റം വിൻഡോസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഗ്രില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കേർട്ടൻസ് നൽകിയിരിക്കുന്നു. അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് ഇതേപോലെയുള്ള അപ്ഹോൾസ്റ്ററി വർക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബാലി ടച്ച് വരുന്ന കുറച്ചുകൂടെ ഒരു വുഡൻ എലമെൻസുകൾ നൽകിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഈ കാണുന്ന സെൻറ്റർ ടേബിൾ ആണെങ്കിലും സോഫയുടെ അടിയിൽ വരുന്ന ബേസ് ഏരിയ ആണെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പേസിൻ്റെ സീലിംഗ് ആണെങ്കിലും നമുക്ക് ആ ഒരു വുഡൻ എലമെൻസുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കെയിൻ ഫിനിഷുകളും ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ കാണാൻ പറ്റും. നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് ടേബിൾ സെറ്റിനും ഇതേപോലെ കെയിൻ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സോളിഡ് വുഡിൽ ചെയ്തിരിക്കുന്ന ചെയറും അതേപോലെ വുഡൻ ലെഗുകൾ വരുന്നൊരു ടേബിളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ്. ഒരേ സമയത്ത് 10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തൊട്ടിപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വാളിൽ കൊടുത്തിരിക്കുന്ന ഇതേപോലെയുള്ള പാറ്റേൺസ് ആണ്.
ടെക്സ്ചർ പെയിൻറ്റിങ്ങിന് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു ടെക്സ്ചർ പാറ്റേൺ ആണിത്. POP യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സെറ്റിലായിട്ടുള്ള കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബീജ് ടോൺ ഇതിന് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു കളർ തീമാണ് വീടിന് കംപ്ലീറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു സ്വിംഗ് ചെയർ നൽകിയിട്ടുണ്ട്, ഒരു ഊഞ്ഞാലാടാൻ പറ്റുന്ന രീതിയിൽ. കോമൺ ഏരിയ സ്പേസിൽ തന്നെ ഒരു സ്വിംഗ് ചെയർ സെറ്റ് ചെയ്തിരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള ഫാബ്രിക് തന്നെ ഇതിൻ്റെ കുഷനും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത് ആ ഒരു വാളിൽ സെയിം രീതിയിലുള്ള ടെക്സ്ചർ ഫിനിഷ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുകൾ ഭാഗത്ത് ഗ്ലാസ് റൂഫ് നൽകിയത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് വരുന്നുണ്ട്. ആ മുകളിലുള്ള ലൂവേഴ്സ് കണ്ട് അതിനിടയിൽ ചെറിയ ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലൂടെ എയർ ഈസി ആയിട്ട് വീടിനകത്തേക്ക് പാസ് ചെയ്യുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റുള്ള സമയത്തൊക്കെ ഇലകൾ ഇങ്ങനെ അനങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് വീടിനകത്ത് ലഭിക്കും. ഇവിടെ അടുത്ത് പറയേണ്ട വേറൊരു സാധനം ഈ ഒരു വിൻഡോ ആണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ആർച്ച് വിൻഡോസ് ഇൻവേർട്ടഡ് ആയിട്ട് തല തിരിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ. കിച്ചണാണ് അകത്ത് വരുന്നത്. കിച്ചണിൽ നിന്ന് ഈ ഒരു കോമൺ സ്പേസിലേക്കുള്ള വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർച്ച് വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷട്ടേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്യാൻ സാധിക്കും അകത്ത് നിന്ന്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ ആണ്. വളരെ മിനിമലായിട്ടാണ് വാഷ് ബേസിൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. ഇതാണ് വാഷ് ബേസിൻ യൂണിറ്റ്. പെഡസ്റ്റൽ ഫ്രീ സ്റ്റാൻഡിങ് വാഷ് ബേസിനാണ്. മാർബിൾ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു കോമൺ സ്പേസിൽ കണ്ടതുപോലെയുള്ള ടെക്സ്ചർ വർക്ക് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഈ ഒരു മിററിൻ്റെ ബാക്കിൽ വാം കളർ ലൈറ്റിംഗ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ മിനിമലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ. ഇവിടെ ഒരു സീലിംഗ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഒരു വുഡൻ ആംബിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീലിങ്ങിൻ്റെ പ്രസൻസ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സീലിംഗ് മാത്രമല്ല, തൊട്ടടുത്ത് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ണ് പോകുന്ന ഭാഗമാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയ എന്ന് പറയുന്നത്. വുഡൻ ഫീലിൽ നൽകിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിൽ സ്ട്രിങ്ങുകളാണ് ഹാൻഡ് റെയിലിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ സ്റ്റീൽ ബേസിൽ മുകളിൽ ത്രെഡിൻ്റെ ഭാഗം വുഡ് കവർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 120 സെൻറ്റിമീറ്റർ ആണ് വീതി. അതിൻ്റെ പുറമേ നമുക്ക് ഏകദേശം ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ക്ലാമ്പ് കൂടെ വരുന്നതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റെയർ ആയിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഭാഗമൊക്കെ നല്ലൊരു ആംബിയൻസിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വുഡൻ ഷെൽഫ് വാളിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു ആംബിയൻസ് ലൈറ്റ് വരുന്ന സമയത്ത് എസ്പെഷ്യലി അത് കുറച്ചുകൂടെ എൻഹാൻസ് ആവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ബെഡ്റൂമുകളുടെ ഡിസൈനാണ് കാണാൻ പോകുന്നത്. റൂം ഡോറുകളൊക്കെ നാച്ചുറൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വൈഡറായിട്ട് 110 സൈസിലാണ് നൽകിയിരിക്കുന്നത്. വീതി 1.10 വരുന്നത്. അതിൽ തന്നെ ലൂവേഴ്സ് വരുന്നൊരു പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഹാൻഡിലായിട്ട് നൽകിയിരിക്കുന്നത്. നല്ലൊരു മോഡേൺ ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമിൻ്റെയും ലേഔട്ടുകൾ റൂമിലേക്ക് നമ്മൾ കയറി വരുന്ന ഭാഗം ഇതേപോലെ ഒരു വാർഡ്രോബ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വാളിനോട് ചേർന്ന് തന്നെ ഈ ഒരു കേർവ്ഡ് ആയിട്ട് വരുന്ന ഒരു ഷെൽഫ് ഏരിയ, അതോട് ചേർന്ന് കെയിൻ ഫിനിഷിൽ വരുന്ന ഒരു വാർഡ്രോബ് ഷട്ടർ ഏരിയ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ് എല്ലാ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. റൂമിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. സാധാരണ നമ്മൾ കാണുന്ന റൂം ഡിസൈനിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു വർക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത്. റൂമിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ ഫിനിഷാണ് എല്ലാ ബെഡ്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രീൻ സിയാൻ ടച്ച് വരുന്ന കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വുഡൻ ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. 2 സൈഡ് ടേബിൾ ഇവിടെ ഒരു ടേബിൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാളിൽ കംപ്ലീറ്റ് ടെക്സ്ചർ പെയിൻറ്റ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിമിലർ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു മിററും നൽകിയിട്ടുണ്ട്. റിവോൾവിംഗ് സ്റ്റൈലിൽ വരുന്ന രീതിയിലാണ് ഈ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഈ ഒരു മിറർ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ബേ വിൻഡോ സിസ്റ്റം കൂടെ നൽകിയിട്ടുണ്ട്. ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിലും പ്ലെയിൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എഡ്ജ് ഭാഗത്താണ് കോവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ലിവിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇതൊരു യെല്ലോ തീമിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സെയിം ലേഔട്ടാണ്. നമ്മൾ നേരെ കയറി വരുന്ന ഭാഗത്ത് ഒരു വാർഡ്രോബ് സ്പേസ്, അത് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം സ്പേസിലേക്കാണ് ഇരിക്കുന്നത്. ടെക്സ്ചർ പെയിൻറ്റിങ്ങും കെയിൻ ഫിനിഷുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോയിഷ് ടെക്സ്ചർ, അതേപോലെ കെയിൻ ഫിനിഷ് ഇവിടെ നൽകിയിരിക്കുന്നു. വലിയ വിൻഡോയാണ് ആ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. അത് ഫുൾ ഹൈറ്റിൽ കേർട്ടൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഒരു മിറർ യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ബെഡ്റൂമിൽ കണ്ട രീതിയിൽ തന്നെ ഇത് പക്ഷേ ഈ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്.
ഇനി വരുന്ന 2 ബെഡ്റൂമുകളും അപ്സ്റ്റെയറിലാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വീട്ടിലെ കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഡോറിൽ തന്നെ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കിച്ചണകത്തേക്കുള്ള ഒരു വിസിബിലിറ്റി ഡോറിനകത്ത് നിന്ന് ലഭിക്കും. 1.1 മീറ്റർ തന്നെയാണ് കിച്ചൺ ഡോറിന് നൽകിയിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് കിച്ചൺ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ഫിനിഷിലാണ് കിച്ചൺ നൽകിയിട്ട്. കുറച്ച് ഡാർക്ക് തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ പെയിൻറ്റിങ്ങും കെയിൻ ഫിനിഷും ആണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ഇത്രയധികം വീടുകൾ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കെയിൻ ഫിനിഷിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള കിച്ചൺ കാണുന്നത്. ബെഡ്റൂമും അതേപോലെ വാർഡ്രോബൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും കിച്ചൺ കബോർഡുകൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കണ്ടിട്ടില്ല. മുകളിൽ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും അടിയിലെ ക്യാബിനറ്റുകളാണെങ്കിലും ഒക്കെ ആ ഒരു ഫിനിഷിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൈറ്റ് ഫിനിഷിലാണ് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബ്രൗൺ ഫിനിഷ് വരുന്ന ടൈലാണ് ഭിത്തിയിൽ നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള കൗണ്ടർ ടോപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വൈറ്റ് കളറിലുള്ള റെഫ്രിജറേറ്ററാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോമൺ സ്പേസിലേക്കുള്ള ഒരു ഓപ്പൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ആർച്ച് ഷേപ്പ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് കോർട്ട്യാർഡിലേക്കുള്ള വിസിബിലിറ്റിയും ലിവിങ്ങിൽ ആരായിരിക്കണം എന്നുള്ള വിസിബിലിറ്റിയൊക്കെ ശരിക്കും കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ്. അപ്സ്റ്റെയറിൽ പ്രധാനമായിട്ട് 2 ബെഡ്റൂമുകളാണുള്ളത്. നല്ല വീതിയുള്ളൊരു സ്പേസാണ് സ്റ്റെയർ കേസിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞും ഇവിടെ സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1.5 മീറ്റർ സ്പേസ് ഇവിടെ ഗ്യാപ്പ് ഇട്ടതിൽ 1.20 സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. ബാക്കി ഒരു ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. വലിയൊരു കർട്ടൻ നൽകിയിരിക്കുന്നു. വലിയ വിൻഡോസ് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കും. നേരെ നമ്മൾ അപ്സ്റ്റെയറിൽ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പാസേജ് ആണ് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് കാണുന്നത് ഒരു മജ്ലിസ് സ്പേസ് ആണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഒരു മജ്ലിസ് സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷ്, ഒരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഫ്ലോറിലാണ് ഈ ഒരു മജ്ലിസ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അറ്റാച്ച്ഡ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോസ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലെ ബെഡ്റൂമുകളുടെ ഡിസൈൻ കാണാം. ഒരു ബീജ് ഫിനിഷിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഹെഡ് ബോർഡ് വരുന്നത്. ബീജ് കളറിൽ വരുന്ന ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കെയിൻ ഫിനിഷാണ്. വേറൊരു പാറ്റേണിൽ വരുന്ന കെയിൻ ഫിനിഷ് വാളിൽ ഹൈലൈറ്റർ ആയിട്ട് നൽകിയിരിക്കുന്നു. ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതും ടെക്സ്ചർ പെയിൻറ്റും കെയിൻ ഫിനിഷ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ വിൻഡോ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ് വിൻഡോ ആണ്. കാരണം ഇത് അറ്റാച്ച്ഡ് ബാൽക്കണി വരുന്ന റൂമാണ്. അപ്പം നമുക്ക് ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാൽക്കണിയുടെ പൊസിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലൂ തീമിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് വാർഡ്രോബിൻ്റെ ഡിസൈൻ വരുന്നത്. ബ്ലൂ ടെക്സ്ചർ പെയിൻറ്റും അതിൻ്റെ ഒപ്പം കെയിൻ ഫിനിഷും ആണ് വാർഡ്രോബിൽ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാട്ടോ എല്ലാ റൂമിലും നൽകിയിട്ടുള്ളത്. നേരെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റിൽ ചെയ്തിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു പാറ്റേണുകളൊക്കെ ചെയ്തു തരിക. അവർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ടെക്സ്ചർ ഫിനിഷ്, അതിൻ്റെ കൂടെ കെയിൻ ഫിനിഷുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാ റൂമിലും വലിയ വിൻഡോസും ഫുൾ കർട്ടൻസുമാണ് നൽകിയിട്ടുള്ളത്. ഇതേപോലൊരു മിറർ, നമുക്കിങ്ങനെ റിവോൾവ് ചെയ്യാൻ പറ്റുന്നൊരു മിറർ എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ബേ വിൻഡോയും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4 ബെഡ്റൂമിൽ 4 കളർ തീമുകൾ നമ്മൾ കാണിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ തീം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രകൃതി ആർക്കിടെക്ട്സിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള നസീർ സാറാണ് നമ്മൾ കൂടെ ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പല വീടുകളും ഞങ്ങൾ കാണാറുണ്ട്. പ്രകൃതിയുടെ വീടുകൾ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു തവണ കണ്ട വീടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ അപ്രോച്ച് ആയിരിക്കും 2ാമതൊരു പ്രൊജക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് നമ്മൾ കണ്ട വീടും അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. ഈ ഒരു വീടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, എങ്ങനെയാണ് ഈ വീട് പ്രകൃതിയിലേക്ക് എത്തിച്ചേരുന്നതെന്നുള്ള എൻ്റെ ഒരു സ്റ്റോറി ഒന്ന് സാറ് ഷെയർ ചെയ്യാമോ? നിങ്ങൾ തന്നെ ഓൾമോസ്റ്റ് 2-3 വീട് ഓൾമോസ്റ്റ് നിങ്ങൾ വീഡിയോ ചെയ്തു. നമ്മൾ പൊതുവെ ഒരു 5-8 വർഷമായിട്ട് ഡിസൈനിങ് ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഡിസൈനാണ്, ഒരു കോൺസെപ്റ്റാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചർ ഡിസൈൻ കോൺസെപ്റ്റിലേക്കാണ് എല്ലാ വീടുകളും നമ്മൾ പുതിയ ചെയ്തുകൊണ്ടിരുന്ന വീട്, ബിൽഡിങ്, സ്കൂൾ, കോളേജ് എന്തായാലും കംപ്ലീറ്റ് എൻ്റെ ഒരു ഡിഫറെൻ്റ് ഐഡിയയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ പ്ലാനിങ്ങുകളും മുമ്പോട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാനന്തവാടി ഷോയിബ് എന്നൊരാളെ വീടാണ്. അവരുടെ ഫാദർ എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. നമ്മൾ ചെയ്ത പല വീടുകളും കാണുമ്പോൾ
അവരിങ്ങനെ പറയും ഒരു വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കണം, പക്ഷെ വളരെ വെറൈറ്റി ആയിരിക്കണം, വളരെ വെറൈറ്റി ആയിരിക്കണം. അപ്പോൾ ആ സമയത്ത് അവർ ലാൻഡ് ഒരു ദിവസം കാണിച്ചു തന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു വീട് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലോ ഭയങ്കരമായ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പിന്നെ ഇല്ലതാനും എന്നാലും വളരെ വ്യത്യസ്തമായ ഡിസൈൻ ആഗ്രഹിക്കുന്ന ഇതും കൂടെയാണ്. അതുകൊണ്ടാണ് വളരെ മിനിമം സ്ക്വയർ ഫീറ്റ്, ഒരു 4500-5000 വരുന്ന ഒരു പ്ലാന് വളരെ ഡിഫറെൻ്റായിട്ട് പിന്നെ പ്ലാൻ ചെയ്യും. എന്നാൽ ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് അത് ചെയ്തെടുത്തത്. ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇൻറ്റീരിയർ കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബാലി ടച്ചാണ്. കംപ്ലീറ്റ് വെന്റിലേഷൻ, എയർ സർക്കുലേഷൻ, കളർ സ്കീം, ഫർണിച്ചറിൻ്റെ ഇവിടെ സോളിഡ് വുഡ് ഫർണിച്ചറുകളാണ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ ഒരു വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ടുവരാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, നോർമൽ ഒരു കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു എഞ്ചിനീയർക്കോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതി അല്ല അത്. കുറച്ചുകൂടെ നല്ലൊരു ആർക്കിടെക്ചറൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ള, നല്ല പ്രവൃത്തി പരിചയം ആവശ്യമുള്ളൊരു വർക്കാണ്. അപ്പോൾ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം 25 വർഷത്തെ പ്രവൃത്തി പാരമ്പര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളും ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനുകളാണോ വരുന്നത്? അതെ അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ഡിസൈൻസ്. ഓൾമോസ്റ്റ് 6 years ബാക്കാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 1-2 വർഷം കൊറോണ സംബന്ധിച്ചൊക്കെ ഒന്ന് സ്ലോ ആയി. ഇപ്പോഴാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബിഗിൻ സ്റ്റേജിൽ ഒരു മിനിമം ഡിസൈനാണ്, പക്ഷെ വളരെ പിന്നെ സിമ്പിളായിട്ടത് ഡിസൈൻ ചെയ്തെടുത്തു. ഇനിയുള്ള അങ്ങോട്ടുള്ള ഡിസൈനുകളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും വളരെ ഫ്യൂച്ചറിസ്റ്റിക്കൽ ഡിസൈനാണ്. ഇനി നമ്മൾ സൈറ്റിൽ പോയാൽ തന്നെ കാണാം. പല പുതിയ പുതിയ ഡിസൈൻസൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 1-2 വർഷം കൊണ്ട് കേരളത്തിന് വളരെ വ്യത്യസ്തമായ പ്രൊജക്റ്റുകളെ നമ്മൾ സമ്മാനിക്കാൻ നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണെങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളാണെങ്കിലും ഒത്തിരി പ്രൊജക്റ്റ് കൺസെപ്റ്റുകൾ ഇപ്പോൾ തന്നെ പ്രകൃതിയുടെ പേജുകളിൽ വരുന്നുണ്ടല്ലേ, വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളുടെയൊക്കെ. ഞങ്ങൾ ഒരു കുറച്ചു കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പ്രൊജക്റ്റ് എണ്ണം വളരെ കുറയ്ക്കുക, ഒരു വർഷം ഒരു 8-10 പ്രൊജക്റ്റ് മാത്രം എടുക്കുക, അത് യുണീക്ക് പ്രൊജക്റ്റായിട്ട് ചെയ്യുക, വളരെ ഡിഫറെൻ്റായിട്ട് ചെയ്യുക, വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചെയ്യുക, എണ്ണം കുറച്ചിട്ട് നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഓഫീസ് തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ മിനിമം പ്രൊജക്റ്റുകളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് കംപ്ലീറ്റ് യൂണീക്ക് പ്രൊജക്റ്റും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ആക്കി തീർക്കുക എന്നുള്ളതാണ്. അത് ടീം വർക്കോട് കൂടിയാണ് അതിൻ്റെ ഒരു വർക്ക്മാൻഷിപ്പ് പോകുന്നത്. ഇനിയും ഇതേപോലെയുള്ള പ്രകൃതിയുടെ യുണീക്ക് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ. സാറിനും ടീമിനും എല്ലാ ആശംസകളും നേരുകയാണ്. സോ ഫ്യൂച്ചറായിട്ട് വരുന്ന എല്ലാ പ്രൊജക്റ്റുകളും നമ്മളെല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടെ കാത്തിരിക്കുകയാണ്. സമയമില്ലാത്ത സമയത്തും വളരെ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു ബൈറ്റ് തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കിടിലം വീടുമായിട്ട് വീണ്ടും കാണാം. അതുവരെ.